നമ്മൾ റെക്കോർഡ് ചെയ്യുവാൻ തുടങ്ങിയാണ്. ഇത് സിംഗിങ് ബൗളാണ് സിസ്റ്ററെ. കേൾക്കുന്നില്ല. ഇത് നമ്മുടെ 4ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ഒന്ന് അവലോകനം ചെയ്യാൻ പോവാം. ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം. നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ദൈവം, ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ എനർജി, യൂണിവേഴ്സ്, അങ്ങനെ പല രീതിയിലും മതങ്ങൾ മാറുന്നതിനനുസരിച്ച് പല രീതിയിൽ നമ്മൾ ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ ആത്മബന്ധം, നമ്മുടെ സൃഷ്ടാവുമായുള്ള സൃഷ്ടി എന്ന നിലയ്ക്ക് എൻ്റെ സൃഷ്ടാവുമായിട്ടുള്ളൊരു ആത്മബന്ധം എന്ന് പറയുന്നത് ഞാനും ഒരു വ്യക്തിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്, ഞാനും എൻ്റെ അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഞാനും എൻ്റെ അപ്പനുമായിട്ടുള്ള ആത്മബന്ധത്തിന് തുല്യമാണ് ഞാനും എൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം. ദൈവം എന്ന് കേൾക്കുമ്പോൾ നമുക്കും ഉള്ളിൽ എപ്പോഴും ഒരു എന്താണ് ഒരു അതിര് കവിഞ്ഞൊരു ബഹുമാനമുണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിനോട്. ദൈവം എന്ന പേരെടുക്കുമ്പം നമുക്ക് ദൈവം എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ദൂരെ നിൽക്കുന്ന നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദൂരെ നിൽക്കുന്ന, നമ്മളിൽ നിന്ന് ദൂരെ അകന്നു നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശക്തി എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ദൈവത്തെ കാണുന്നത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനൊന്ന് വേറിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പം ഈശോ മിശിഹ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ ലോകത്തിൽ വന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ, 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ഇന്നും ആ വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി എൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ കാണുന്നത് എന്ന രീതിയിലൊന്ന് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അനലൈസ് ചെയ്യുവാൻ, അവലോകനം ചെയ്യുവാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുവാണ് ഇപ്പം. If Jesus is alive, or the one who believes, the one who I am believing that is my creator, ആ ശക്തി ഇന്ന് ഒരു ആളിന്റെ രൂപത്തിൽ, ഒരു ആണിന്റെയോ ഒരു പെണ്ണിന്റെയോ രൂപത്തിൽ ഇന്ന് ഈ നിമിഷം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ, ആ വ്യക്തിയുമായിട്ടുള്ള, ആ ദൈവം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയായിരിക്കും? ആ വ്യക്തിയുടെ, നമ്മൾ ഇന്നലെ ഒരു കണ്ണാടിയിൽ നമ്മുടെ തന്നെ സ്വന്തം രൂപം നമ്മൾ കാണുകയായിരുന്നു. നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മൾ തന്നെ ഉറ്റു നോക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് മനസ്സിലായി. ഇന്ന് നമുക്ക് ദൈവത്തെ സങ്കല്പിക്കാം ഒരു മനുഷ്യനായിട്ട്, ഒരു വ്യക്തിയായിട്ട് എൻ്റെ മുന്നിൽ. ഒരു ശക്തിയായിട്ടല്ല, ഒരു എനിക്ക് തൊടാൻ പറ്റാത്ത, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ടല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, എൻ്റെ ആത്മസുഹൃത്തായിട്ട് ഈ ദൈവം എന്ന് പറയുന്ന ശക്തിയെ എനിക്ക് എൻ്റെ മുന്നിൽ ഇപ്പോൾ കാണാൻ സാധിക്കുമെങ്കിൽ, ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ദൈവം എൻ്റെ തൊട്ടു മുന്നിൽ ഇരിക്കുക, ദൈവത്തിൻ്റെ കണ്ണുകളിലോട് ഞാൻ നോക്കുക. ആ കണ്ണുകളിൽ എന്നോട് പറയാനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റും. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് കുറേ അധികം പരാതികൾ പറയാനുണ്ടാവും. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് കുറെ കൂടെ തിരിച്ചറിയലുണ്ടാകും, എന്നെക്കുറിച്ച് തന്നെ. എൻ്റെ ജീവിതം ചിലപ്പോൾ ഒരു സ്റ്റെപ്പ്, ഒരു പടി
ഒരു പടി ഒന്ന് വളരാനോ ഒരു പടി ഒന്ന് തിരിച്ചറിയാനോ ഉള്ള സാവകാശം നമുക്ക് ആ ദൈവം എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ കുറെ കൂടെ സാധ്യത കൂടുതലാണ്. നമുക്ക് ആ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാം. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അറിയുന്ന, നമുക്കറിയാൻ കഴിയുന്ന, നമ്മളെ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്ന ഒരു വ്യക്തി, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ മുന്നിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഓപ്പൺ ആയിട്ടിരിക്കുവാണ്. നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. കാരണം എനിക്ക് എന്നെ അറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ സൃഷ്ടാവിനെ എന്നെ കുറിച്ച് അറിയാം. ഇപ്പം ഒരു കാറിന്റെ മാനുഫാക്ചറിന് ആ കാറിന്റെ എല്ലാ എഞ്ചിനെ കുറിച്ചും എല്ലാ പാർട്സിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുള്ളത് പോലെ ആ കാറിന് എന്തെങ്കിലും കേടുപാട് അവിടെ സംബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇവിടെയാണ് കേടുപാട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് ശരിയാക്കാൻ പറ്റുന്നത് പോലെ നമ്മുടെ സൃഷ്ടാവിനും നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ അവസ്ഥകളെയും അറിയാനും കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ആ സൃഷ്ടാവിൻ്റെ മുന്നിൽ എനിക്ക് എന്നെ തന്നെ തുറന്നു വയ്ക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ആൻ ഓപ്പൺ ബുക്ക്. ഒന്നും എനിക്ക് ഒളിച്ചു വയ്ക്കാനില്ല, എല്ലാം വ്യക്തം. ഏറ്റവും സുതാര്യമായ രീതിയിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്ത, ഒന്നിനും ഒരു പൊയ്മുഖവും അണിയേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണിൽ നോക്കിയിരിക്കുവാണ്. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയാണോ ഇപ്പോൾ പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ആ മൗനത്തിൻ്റെ, ആ കണ്ണിൽ നോക്കിയിരിക്കുമ്പോഴുള്ള ആ മൗനാവസ്ഥയിൽ എൻ്റെ മനസ്സ് എന്തൊക്കെയാണോ ആ ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഇന്ന് മുതൽ 3 ദിവസം നമ്മൾ ആവർത്തിച്ച് നമ്മുടെ 4 ദിവ്യ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം നമ്മളൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ പോവുക. പരാതികൾ ഉണ്ടാകാം ദൈവത്തെക്കുറിച്ച്, വേദനകൾ ഉണ്ടാകും ദൈവത്തെക്കുറിച്ച്, ആവലാതികൾ ഉണ്ടാകാം ദൈവത്തെക്കുറിച്ച്, ഒട്ടേറെ കുറ്റബോധങ്ങൾ ഉണ്ടാകാം ദൈവത്തെക്കുറിച്ച്. കാരണം നമുക്ക് കുറ്റപ്പെടുത്താൻ ദൈവമുള്ളൂ. ഏദൻ തോട്ടത്തിൽ ആദം അവയെയും അവ പാമ്പിനെയും കുറ്റപ്പെടുത്തിയപ്പോൾ ആ പാമ്പിന്റെ കുറ്റബോധം, പാമ്പിനെ ഹവ കുറ്റപ്പെടുത്തിയപ്പോൾ ആ സൃഷ്ടാവിനെ, അവരെ 3 പേരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ശരിക്കും പറഞ്ഞ ആദവും ഹവയും ഒക്കെ കുറ്റപ്പെടുത്തിയത്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത്? എൻ്റെ ജീവിതാവസ്ഥകൾക്ക് ഒരു പക്ഷേ കാരണം നീയല്ലേ എന്ന് തുടങ്ങി ഒട്ടേറെ അനേകായിരം ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോട്, നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലെ ഓരോ പടികളിലും നമ്മൾ വേദനകളോ ദുഃഖങ്ങളോ ആവലാതികളോ ഒക്കെ അനുഭവിച്ചപ്പോൾ ദൈവത്തെ ഒന്ന് കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരു മടിയുമില്ല. കാരണം ദൈവത്തെയും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴും ദൈവത്തിന് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു. ദൈവവും പരിപൂർണനാകണമെങ്കിൽ, ദൈവം അവനവനിൽ തന്നെ പരിപൂർണനാണ് എങ്കിൽ തന്നെയും ദൈവത്തിന് നമ്മുടെയും സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹം ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന നമ്മുടെ അവസ്ഥകളെ നമുക്ക് നോക്കാം. എൻ്റെ ഈഗോ, എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ പാപം, എൻ്റെ മാനസികാവസ്ഥകൾ, അല്ലെങ്കിൽ എൻ്റെ കുറ്റബോധങ്ങൾ, അതെല്ലാം എന്നെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടെങ്കിൽ, ഞാനും എൻ്റെ ദൈവത്തിനും ഇടയ്ക്ക് ഒരു വലിയ മതിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ 3 ദിവസം
നമ്മൾ ദൈവവുമായിട്ട്, നമ്മൾ സൃഷ്ടാവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ ആഗ്രഹിക്കുകയായിരുന്നു. മനസ്സുകൊണ്ട് ദൈവത്തിന് മുന്നിലായിരിക്കാം, നമ്മുടെ സൃഷ്ടാവിൻ്റെ മുന്നിൽ ഏറ്റവും താഴ്മയോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ ആയിരുന്നുകൊണ്ട്, ദൈവമേ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷൻ ആരംഭിക്കാം. സമർപ്പണം സമർപ്പണത്തിൻ സമയമാ, സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമാ, സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ്റെ ഒരവസ്ഥയിലോട്ട്, മാനസിക അവസ്ഥയിലോട്ട് വന്നുകൊണ്ട് നമുക്ക് ദീർഘശ്വാസം എടുക്കാം. ശ്വാസകോശം നിറയട്ടെ. ശരീരത്തിൽ എന്തെങ്കിലും വേദനകൾ, ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, ശരീരത്തിന്റെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇപ്പോഴൊന്ന് നമുക്ക് മനസ്സിലാക്കാം. എവിടെയാണോ ശരീരത്തിന്റെ ഏത് അവയവത്തിലാണോ വേദനയുള്ളത് നമുക്ക് അവിടെ നിന്ന് ഫോക്കസ് ചെയ്യാം. ശരീരത്തിൽ എവിടെയെങ്കിലും ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭാരമുള്ള അവസ്ഥ ശരീരത്തിൽ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം നമുക്കത് ദൈവത്തിൻ്റെ കൈകളിലോട്ട് അങ്ങ് കൊടുക്കാം. നിശബ്ദമായിട്ട് ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരിക്കാം. കണ്ണുകളടച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥ ഒന്ന് തിരിച്ചറിയാം. ശരീരത്തിലെ വേദനകളെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ സമർപ്പിക്കാം. ദൈവ സാന്നിധ്യം അനുഭവിക്കാം. ഈ നിമിഷം ദൈവത്തിൻ്റെ ദിവ്യപ്രകാശം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ മൊത്തം നിറയുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം. ഈ നിമിഷം ആ ദിവ്യപ്രകാശം കൊണ്ട് നമ്മൾ നിറയുന്നു. ലൈക്ക് എ സ്ട്രീം ഓഫ് വാട്ടർ. ആ ദിവ്യപ്രകാശം നമ്മുടെ എല്ലാ അവയവങ്ങളിലും ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും നിറയുകയാണ്. ശരീരത്തിലെ വേദനകൾ, ആകുലതകൾ, നമ്മുടെ ചിന്തകൾ, ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ടോ അവിടെയെല്ലാം ഈ ദിവ്യപ്രകാശം കടന്നു ചെല്ലുകയാണ്. ആ ദിവ്യപ്രകാശം എല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള ഭാരം, വേദന, ആകുലത, ഡിപ്രഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾ ദ നെഗറ്റിവിറ്റീസ് ആർ ബീങ് റിമൂവ്ഡ് ബൈ ദാറ്റ് ഡിവൈൻ ലൈറ്റ്. പ്രകാശമുള്ളപ്പോൾ അവിടെ ഇരുട്ടിന് നിലനിൽപ്പില്ല. Same way, when the light reaches there in each and every cell of our body, all the darkness, all the negativities, all uncomfortables, as everything is going away from you. Just be relaxed. Just be totally relaxed. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ശാന്തരാകാം നമുക്ക്.
ദൈവം പറയുന്നു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം യുവർ ഗോഡ്. ശാന്തനാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തനാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ ശാന്തിയിലേക്ക് കടന്നു വരാം. ആ ശാന്തിയിലേക്ക് കടന്നു വരാം. ആ ശാന്തിയിലേക്ക് കടന്നു വരാം. ദൈവത്തെ നമ്മുടെ ആത്മമിത്രമായിട്ട് കണ്ടുകൊണ്ട്, ആ ആത്മമിത്രം നമ്മുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, ആ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ ആ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു സുഹൃത്തിനോടെന്ന പോലെ, ആത്മാർത്ഥ സുഹൃത്തിനോടെന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ദിവ്യമന്ത്രം തുടങ്ങാം. I am sorry. Please forgive me. I love you. Thank you. നമ്മൾ ദൈവത്തോടെ പറയണേ, I am sorry. നമ്മൾ ദൈവത്തോടെ പറയണേ, Please forgive me. വീണ്ടും നമ്മൾ ദൈവത്തോടെ പറയണേ, I love you. വീണ്ടും ദൈവത്തോട് താങ്ക് യു. ഈ 4 വാക്കുകളുടെയും അർത്ഥം, അതിൻ്റെ ഡെപ്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാവും. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. നമ്മുടെ ദൈവത്തോട് കണ്ണുകളിൽ നോക്കി നമ്മുടെ ദൈവത്തോട് അത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആവർത്തിച്ച് ഈ 4 വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ മാറുന്നത് നമുക്ക് ഇന്ന് ഈ നിമിഷം അനുഭവിച്ചറിയാം. വേറൊന്നിലും ശ്രദ്ധിക്കേണ്ട, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഉറ്റു നോക്കിക്കൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും സമർപ്പണ ഭാവത്തോടെ നമുക്ക് ഈ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കാം. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. യാന്ത്രികമായിട്ടല്ല, അനുഭവിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളുടെ അർത്ഥം വേർതിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഏറ്റവും അർത്ഥപൂർണമായിട്ട് നമുക്ക് ഈ വാക്കുകൾ ഉരുവിടാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you.
I'm sorry, please forgive me. I love you. Thank you. I'm sorry, please forgive me. I love you. Thank you. I'm sorry, please forgive me. I love you. Thank you. I'm sorry, please forgive me. I love you. Thank you. I'm sorry, please forgive me. I love you. Thank you. മലകൾ നിരത്തപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. കുഴികൾ നികത്തപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ, എനിക്കും എൻ്റെ ദൈവത്തിനും ഇടയിൽ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം ഉരുകി മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി ആ ദിവ്യ വെളിച്ചം എന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. നമ്മുടെ ഉള്ളിലെ ശൂന്യാവസ്ഥകളെ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദിവ്യ വെളിച്ചം നമ്മുടെ എല്ലാ അവസ്ഥകളിലേക്കും, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും ഈ നിമിഷം കടന്നു വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഹൃദയത്തിൽ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാരം നമുക്ക് ഇമാജിൻ ചെയ്യാം. സാങ്കല്പികമായിട്ട് ആ ഭാരം നമുക്ക് കൈകൾ കൊണ്ടെടുത്ത് ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം. ആ കണ്ണുകളിൽ ഒറ്റു നോക്കിക്കൊണ്ട് പരിപൂർണ സമർപ്പണ ഭാവത്തോടെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളോ അതിരുകളോ ഇല്ലാത്ത ആ ദിവ്യ സ്നേഹത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ. ഞാൻ എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രശ്നമേ അല്ല. എൻ്റെ നിറമോ, എൻ്റെ ഉയരമോ, എൻ്റെ സാമ്പത്തിക നിലയോ, എൻ്റെ കഴിവുകളോ, എൻ്റെ പാവാവസ്ഥയോ, നത്തിങ്, ഹീ കെയർസ് ഫോർ നത്തിങ്. അതൊന്നും ദൈവത്തിന് ബാധകമേ അല്ല. ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എന്നും എപ്പോഴും ഒരു കൊച്ചു പൈതലാണ്. എനിക്ക് സ്നേഹം തരാൻ ദൈവം എപ്പോഴും റെഡിയാണ്. ബട്ട് ഇറ്റ് ഈസ് മീ ഹു ഈസ് ഗോയിങ് അവേ ഫ്രം ഹിം. ഇറ്റ് ഈസ് മീ ഹു ഈസ് സ്റ്റേയിങ് അവേ ഫ്രം ഹിം. Like the prodigal son. But whenever I decide to go,
when I decided to go back to my father, ദൈവം കൈകൾ നീട്ടി നോക്കിയിരിക്കുകയോ എന്നെ സ്വീകരിക്കാൻ. ആ ധൂർത്തപുത്രന്റെ മാനസികാവസ്ഥയിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നുകൂടെ ആഴപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. ഈ ദിവസങ്ങളിൽ കുറച്ച് അധികം വെള്ളം കുടിക്കണം. എനി ടോക്സിൻസ് ആർ ദർ ഇൻ us, ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പുറത്തു പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് വെള്ളം കുടി. ജ്യൂസ് അല്ലെങ്കിൽ സൂപ്പായിട്ട് കുറേ അധികം വെള്ളം ഉള്ളിൽ ചെല്ലണം. സോ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ പറയുന്നത് every suppressed emotions has an address in our body. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, every suppressed emotions has an address in our body. ശരീരത്തിൽ നമുക്ക് വേദനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനുള്ള, നമ്മളെ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ വികാരങ്ങളായിരിക്കും പലപ്പോഴും പല അസുഖത്തിൻ്റെയും കാരണം. 90% of the diseases are psychosomatic diseases. അപ്പം നമ്മൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ പുറത്ത് വരാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ഇമോഷൻസ് ഫ്രീ ആകാൻ തുടങ്ങുമ്പോൾ, that should have a passage in our life, in our body. അപ്പം വെള്ളം കുടിക്കുമ്പം ആ വെള്ളത്തിന് ഈ ടോക്സിൻസിനെ, ശരീരത്തിൽ മൊത്തമുള്ള ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ദാറ്റ് വിൽ ബി ഫ്ലഷ്ഡ് ഔട്ട് ഫ്രം അവർ ബോഡി. And during these days, please try to increase the water intake in your body. വെള്ളം, സാധാരണ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പായിട്ടോ കുറേ അധികം വെള്ളം കുടിക്കണം. സോ യു ക്യാൻ ഫീൽ ദാറ്റ് റിലാക്സേഷൻ ഇൻ യുവർ ബോഡി ഡ്യൂറിങ് ദിസ് സെഷൻസ്. ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് മീ. Thank you, sir. Yeah, we will meet tomorrow at the same time. Thank you, sir. Keep on chanting this whenever you are time നടന്നുകൊണ്ട് ഇരുന്നുകൊണ്ടോ കുളിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഇത് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട് സർ. Yes, we can see lot of differences. Okay. സാർ നാളെ സെന്റ് ജോസഫ് ഫീസ്റ്റ് ആണ്. സാറിന് എല്ലാവിധ ഫീസ്റ്റൽ ഗ്രീറ്റിംഗ്സ് നൽകുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. Thank you, sister. Thank you, sister. God bless you. Thank you. നാളെ കാണാം. Okay, thank you, sir. Thank you very much.